ഹലോ, വെൽക്കം ബാക്ക് ടു ചായയും കാപ്പിയും. സോ ഇതൊരു ലോങ് ഓവർ ഡ്യൂ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇത് ഞാൻ മിഡിൽ ബീഹാർ പോയിട്ടുണ്ടായിരുന്നു. സീതാമഠി പറയുന്ന ഒരു സ്ഥലം ബീഹാറിലുള്ള എൻ്റെ ബെസ്റ്റീൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവളുടെയും ബേബീനെയും കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സോളോ ട്രാവൽ വ്ളോഗാണിത്. പക്ഷേ ഇത് ഞാൻ നേരത്തെ ഇടേണ്ടതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേന് എനിക്ക് കുറച്ച് വയ്യാണ്ടായി. അവിടെ വെള്ളം മാറി കുളിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് നല്ല കോൾഡും ഫീവറും എല്ലാം പിടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു 2 വീക്സ് അങ്ങനെ പോയി. പിന്നെ സുഖിൻ്റെ ബർത്ത്ഡേ വന്നു. അപ്പോൾ അങ്ങനെ ആയിട്ട് ഓരോ റീസൺ, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല, പക്ഷെ എന്നാലും ഓരോ റീസൺ കാരണം ഇത് ഡിലേ ആയി പോയൊരു വ്ളോഗാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് എന്തായാലും ഇടണം. ഇപ്പോൾ ഡിലേ ആയി എന്ന് പറഞ്ഞിട്ട് ഇത് ഇടാതിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതെനിക്കൊരു മെമ്മറിയാണ്. മീൻസ് ഞാൻ ആദ്യമായിട്ട് സ്വാധൻ്റെ വീട്ടിൽ പോണതും സ്ഥലവും ഇനി എപ്പോൾ പോകാൻ പറ്റും, ഇനി പോകുമോ ഒന്നും അറിയില്ല. അപ്പോൾ ആ പോയത് എനിക്കൊരു മെമ്മറി ആയിട്ട് ഇതിൽ കിടക്കട്ടെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണ സമയത്ത് എനിക്ക് തിരിച്ചും ഇതിൽ കൂടെ ഒരു ട്രാവൽ ബാക്ക് ചെയ്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഫ്ലൈറ്റിൽ കയറി. കുറേ നാളായി ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ കയറി എവിടെയെങ്കിലും പോയിട്ട്. പിന്നെ ലക്കിലി എനിക്ക് എൻ്റെ അടുത്ത സീറ്റ് എംപ്റ്റി ആയിട്ട് കിട്ടി. ഇത് ഞാൻ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു പോകുമ്പോൾ കേട്ടോ. ബാംഗ്ലൂർ ടു മുംബൈ, മുംബൈ ടു പട്ന, പിന്നെ പട്നയിൽ നിന്ന് ടാക്സി അത് അവൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവളെ വീട് വരെ പോകണം. സോ ബാംഗ്ലൂർ ടു മുംബൈയിലെ ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു. എനിക്കിങ്ങനെ മിഡിൽ സീറ്റ് എംപ്റ്റി ആയിട്ടൊക്കെ വിൻഡോ സീറ്റ് കിട്ടി. ഫുഡും നന്നായി ഉണ്ടായിരുന്നു. ഞാൻ നോൺ വെജ് എടുത്തു. അപ്പോൾ എഗ് പ്രോട്ടീനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതേ എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് തന്നെയാണ് കണക്ഷൻ ഫ്ലൈറ്റും വരിക അല്ലേ. സോ അതിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2 ഡബിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ 2 എഗ്ഗിൻ്റെ ഡിഷ് തന്നെ, പക്ഷെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ മുംബൈ ടു പട്ന കിട്ടിയ ഫ്ലൈറ്റിൽ തൊട്ടടുത്തൊക്കെ ആളുണ്ടായിരുന്നു. അതൊരു അത്ര സുഖകരമായ ഒരു യാത്രയായിരുന്നില്ല. കുറച്ച് ലോക്കൽ പോലത്തെ ആളൊക്കെ ആയിരുന്നു എൻ്റെ അടുത്തിരുന്നിരുന്നത്. പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് എത്തി. പിന്നെ എൻ്റെ ധാരണ എയർപോർട്ടിൽ നിന്ന് ഒരു 1.5 അവറൊക്കെ ഉണ്ടാവുള്ളൂ അവളെ വീട്ടിൽ നിന്നായിരുന്നു. അതിനെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എത്ര സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവളും പറയാൻ മറന്നു, ഞാനും ചോദിക്കാൻ മറന്നു. പക്ഷെ അവിടെ എത്തി, അവിടെ റിസീവ് ചെയ്യാൻ അവളുടെ കസനും ഫിയാൻസൊക്കെ ഉണ്ടായി. അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എയർപോർട്ടിൽ നിന്ന് 4.5 hours ഉണ്ട് അവളുടെ വീട്ടിലേക്ക് നിന്ന്. പിന്നെ അതൊരു ലോങ് ജേർണി ആയിരുന്നു. പിന്നെ ടാക്സി ഡ്രൈവർ നല്ലൊരാളായിരുന്നു. അയാൾ പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ നിർത്തി തന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ റീച്ച് ആയത് ഒരു 12 ആകുമ്പോഴായിരുന്നു. സോ ഓൺ ദ വേയിൽ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ ഒരു ജസ്റ്റ് പട്നൻ്റെ എൻ്റെ ഫസ്റ്റ് ഒരു വ്യൂ ആണിതൊക്കെ. കുറച്ച് ഒഴിഞ്ഞ് കിടക്കണ പാടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കൺജസ്റ്റഡ് ഒന്നുമല്ല, കുറേ ബിൽഡിങ്സ് അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആൻഡ് വാം വെൽക്കമിങ് ആയിരുന്നു കേട്ടോ അവളുടെ അമ്മേൻ്റെ അടുത്ത് നിന്ന്. നല്ല എന്താ പറയുക, ശരിക്കും അവരെന്നെ ഒരു മകളായിട്ട് തന്നെ വെൽക്കം ചെയ്തു. അപ്പോൾ മകളിനെ എങ്ങനെ വെൽക്കം ചെയ്യണം ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പോൾ, അങ്ങനെ അതേപോലെ എനിക്കിതൊക്കെ ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. മീൻസ് കല്യാണത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്കിതേപോലെ കല്യാണ പെണ്ണും ചെക്കനും വീട്ടിൽ കയറി വരുമ്പോൾ. അതല്ലാണ്ട് എനിക്കിങ്ങനെ നമുക്ക് കുറച്ച് നല്ല പ്രയോറിറ്റിയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ അതാദ്യമായിട്ടായിരുന്നു. നല്ല ഫീലായിരുന്നു. പിന്നെ ഭയങ്കര അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസി ലൈഫിൽ നിന്ന് നമ്മൾ തന്നെ കുക്ക് ചെയ്ത്, നമ്മൾ തന്നെ കഴിച്ച്, നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടിരിക്കണതിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് കിട്ടൂല. ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ അമ്മ വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സമാധാനവും, പിന്നെ നേരത്തിന് ഫുഡ്, അതും വിവിധ തരം ഫുഡ്. പിന്നെ ഇവരെൻ്റെ വാട്സപ്പ് എല്ലാം കണ്ടിട്ട് അവളെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ, അതും ഇങ്ങനെയൊക്കെയാണ് കഴിക്കുക, ഇങ്ങനെ കുറേ ഐറ്റംസ് ആയിട്ട്. പിന്നെ അവളുടെ അമ്മയ്ക്കും ഇങ്ങനെ. അപ്പോൾ നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല നല്ല കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആകെ 2 ദിവസം തന്നെ പുറത്ത് ഇറങ്ങിയിട്ടുള്ളൂ. ഒരു ദിവസം അവൾ അവിടുത്തെ ഫേമസ് ആയ സീതാദേവി ടെമ്പിളിലൊക്കെ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ പറ്റുന്ന പോലെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് ഞാൻ ചിൽ ചെയ്ത്. പിന്നെ ഇപ്പോൾ ഇവിടെ അയോധ്യ റാം ടെമ്പിൾ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു പുതിയ എന്താണ് സർക്കീട്ട് പറഞ്ഞിട്ട്, അയോധ്യ സർക്കീട്ട് അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്ര.
മീൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് അങ്ങനെ എന്താ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ ട്രെയിനെല്ലാം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഇവിടെ വെച്ചിട്ട് കുറേ സൗത്ത് ഇന്ത്യൻ ആൻറ്റിമാരനെയൊക്കെ അമ്മമാരനെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെ ഉള്ളവരായിരുന്നു. അവർ അയോധ്യ രാം ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ സീതാമഠിയിൽ വന്ന് ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യും. അവരാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ ഇവിടുന്ന് 1 അവറേ ഉള്ളൂ ജനക്പൂർ പറയുന്ന സ്ഥലം, അത് നേപ്പാളിലുള്ളത്. അവിടെയാണ് സീതാദേവിൻ്റെ കല്യാണം നടന്ന അമ്പലം, ജാനകി ദേവീൻ്റെ, അതാണ് ജനക്പൂർ പറഞ്ഞ അവിടെ. അപ്പോൾ ഈ 3 സ്ഥലം കവർ ചെയ്യണ പോലെ ഇവർ ഏതോ ഒരു ടൂറൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ ആൻറ്റിമാർ. അവരിനൊക്കെ കണ്ടു. ഇതാണ് അവരുടെ അവിടുത്തെ ഏരിയ. സോ ഓക്കെ. എനിക്ക് പിന്നെ ഞാനവിടെ പോണതിൻ്റെ മുന്നേ തന്നെ അവൾ എനിക്കൊരു ഫുൾ പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇരിക്കും അവളുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ ഞാൻ വേറെ കുറേ വിചാരിച്ചിട്ട് പോകണ്ട പറഞ്ഞിട്ട് അവളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, അവൾ പറഞ്ഞ പോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു അമ്പലം അവിടുത്തെ തന്നെ. ഇത് സീതാമഠി മാർക്കറ്റ് സൈഡിൻ്റെ അവിടെ ഉള്ള ഒരു അമ്പലമായിരുന്നു. ഇവിടെ കുറച്ചും കൂടെ ക്രൗഡഡ് ആയിരുന്നു, കുറച്ചുകൂടെ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് കറങ്ങി എന്തെങ്കിലും വാങ്ങിയോ? സോവിനീർ പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ അവളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അവരുടെ ഒരു ഫാമിലി, അങ്ങനെ അവരുടെ നല്ലോണം കെയർ ചെയ്യണമൊക്കെ ഒരു അങ്കിളും ഫാമിലി ഉണ്ട്. പുള്ളിക്കാരൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പോലെ പോകുന്നത്. സംഭവം എന്നാണ് സാം ഷോർട്ടായിട്ട് വിളിക്കും. അവൻ്റെ കൂടെയുള്ള ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള ഫുൾ ടൈം ഞങ്ങളുടെ ഫണ്ണ്. പിന്നെ ഒരു ദിവസം രാത്രി അവൾ എന്നെ ഡിന്നറിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ അവളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷേ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ നടക്കണ്ട വിചാരിച്ചിട്ട് ടുക്ക് എടുത്തു. അതിനവർ വേറെന്തോ പേര് പറയും, പക്ഷേ ടുക്ക് പോലത്തെ ഒരു സാധനം. പിന്നെ കഴിക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ മറന്നു, വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ. ഇതാണ് ശരിക്കും അവളുടെ വീടിൻ്റെ സറൗണ്ടിങ്സ് വരുന്നത്. മീൻസ് അധികം അങ്ങനെ ഭയങ്കര അടുപ്പിച്ച് വീടുകളൊന്നുമില്ല. ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ പഴയ പാടം കണ്ടൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ തൂർത്തിട്ട് ഓരോരുത്തർ ഇങ്ങനെ വീട് വെച്ചേക്കുവാണ്. സോ ഇത് അവളുടെ ടെറസിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ വന്നാൽ കുറച്ച് വെയിലൊക്കെ കിട്ടും. താഴെയൊക്കെ നല്ല തണുപ്പായിട്ടിരിക്കും. ഞങ്ങൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ റൂം ഹീറ്ററൊക്കെ ഓണാക്കിയിട്ടേ ഇരിക്കുകയുള്ളൂ. ഭയങ്കര തണുപ്പായിരുന്നു. എന്താ പറയുക, ടെമ്പറേച്ചർ അത്രയൊന്നും കാണിക്കണില്ല, 12, 13 അങ്ങനെയൊക്കെ. പക്ഷേ ഭയങ്കര തണുപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് സോക്സും ഇതൊക്കെ ഇട്ടിട്ട് നമ്മളിരുന്ന്. പിന്നെ ഇത് സംക്രാന്തിൻ്റെ അന്ന് എടുത്താണ് കേട്ടോ, പൊങ്കലിൻ്റെ അന്ന്. അപ്പോൾ അവളൊരു പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും കൂടെ ഇരുത്തിയിട്ട് ഞാനും അവളും കൂടെ ഒന്നിച്ചാണ് പൂജയെല്ലാം ചെയ്ത്. പിന്നെ അന്നത്തെ ദിവസത്തെ നമ്മളെ ഫുഡ് ഫുള്ള് ആ അങ്കിൾ ആൻറ്റി എന്നൊക്കെ പറഞ്ഞില്ല, അവരുടെ വീട്ടിൽ നിന്നായിരുന്നു. അവരുടെ മക്കളാണ് ഇപ്പോൾ സ്വാധീനം ചേച്ചി ഇല്ലാത്തപ്പോൾ അവളുടെ അമ്മേനെയും അച്ഛനെയും ഫുൾ ഹെൽപ്പ് ചെയ്യണതും അവിടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ ഇത് ഞാനും അവളും കൂടെ തനിഷ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അവിടെ ഫേമസ് ആയിട്ടുള്ള ചാട്ട് കടയിൽ കയറിയിട്ട് ഞങ്ങൾ ചാട്ട് കഴിച്ചു. ഈ കടേൻ്റെ പേരെന്തായിരുന്നു? കാവേരി എന്നോ അയ്യോ എന്തോ ആയിരുന്നു പേര്, ഞാൻ മറന്നു. പക്ഷേ നന്നായി ഉണ്ടായിരുന്നു, ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാട്ടിൽ ബനാനയും പോമഗ്രനേറ്റും എല്ലാം ഇട്ടിട്ട് സാൻഡ്വിച്ചും നല്ല സൂപ്പറായി ഉണ്ടായിരുന്നു. പിന്നെ ബേബീൻ്റെ 8th മന്ത് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, 8th മന്ത് ബർത്ത്ഡേ. അപ്പോൾ അവളത് ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, ശരിക്കും അത് 11th പക്ഷെ ഞാൻ വന്നിട്ട് എൻ്റെ കൂടെ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിനൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളത് സെലിബ്രേറ്റ് ചെയ്തു. കാരണം അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേന് എന്തായാലും എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾ അത് എനിക്കും കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം, ഒരു വീക്കെൻഡ് ഒന്നല്ല, ഐ തിങ്ക് സംക്രാന്തിൻ്റെ അന്ന് തന്നെ, അന്ന് കുറച്ച് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മളിതൊക്കെ ചെയ്തു. നന്നായി ഉണ്ടായിരുന്നു. അവനും എന്താ പറയുക, ഫസ്റ്റ് ഡേ ഒക്കെ എന്നിട്ട് സെറ്റാവാൻ കുറച്ച് ടൈം എടുത്തു. സെക്കൻഡ് ഡേ മുതൽ എന്നിട്ട് നല്ല കൂട്ടായി. അങ്ങനെ ഗൈസ് അതൊക്കെ കഴിഞ്ഞ് 6 days സ്റ്റേയും കഴിഞ്ഞ് ഞാൻ റിട്ടേൺ പോവാണ്. അപ്പോൾ അവളെ വീട്ടിൽ നിന്ന് ഓൾറെഡി 4.5 മണിക്കൂർ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് 11 AM ഫ്ലൈറ്റിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5-5:30 ആകുമ്പോഴേ ടാക്സി വന്നിട്ട് ഞാൻ ഇറങ്ങി. പോകുമ്പോൾ എനിക്ക് എയർപോർട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഓൾറെഡി എനിക്ക് ഓവർനൈറ്റ് ഓട്സൊക്കെ അവൾ കഴിക്കാൻ തന്നിട്ടാണ് വിട്ടത് 5 മണിയാകുമ്പോൾ. പിന്നെ എനിക്ക് പാക്ക് ചെയ്തിട്ട് പൂരി, സബ്ജി എല്ലാം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയിട്ട് ഇനി കുക്ക് ചെയ്യേണ്ട അന്നാണ് സുഖിയും കറക്റ്റ് മഞ്ചൂരിൽ നിന്ന് വരുന്നത്. അപ്പോൾ സുഖീനും കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ എക്സ്ട്രാ വരെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
പിന്നെ ഞാൻ പട്ന എയർപോർട്ടിൽ നിന്ന് ഒരു ചായ കഴിച്ചു. ചായൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ടൊരു കുക്കീസും തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് കേട്ടോ ഇവിടുത്തെ എയർപോർട്ട്. ഇതിപ്പോൾ റിനോവേറ്റഡ് ആയതുകൊണ്ടാണ് ഇത്ര വൃത്തിയൊക്കെ. ഇതിന് മുന്നത്തെ എയർപോർട്ടിലൊന്നും കാണാൻ പറ്റില്ല പറഞ്ഞു അവൾ. ഇതിപ്പോൾ റിനോവേറ്റഡ് ആയതുകൊണ്ട് വാഷ്റൂമൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുന്നു. എനിക്ക് നല്ല വിശന്നുണ്ടായിരുന്നു. നമ്മൾ 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എത്തുമ്പോൾ. അപ്പം ഞാൻ സുഖിൻ്റെ അടുത്ത് പറഞ്ഞു, വെറുതെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇത്ര ദൂരമൊന്നും വരണ്ട, ഞാൻ എയർപോർട്ട് ബസ് എടുത്തിട്ടേ വന്നോളാം. അതും അത്ര ദൂരമൊന്നും കാണിക്കുന്നില്ല, 1.5 അവർ. അവ ഇവിടെ വന്ന് പിക്ക് ചെയ്ത് തിരിച്ച് പോണത്, അവരും ആ ദിവസമാണ് എത്തിയത് ബാംഗ്ലൂർ. ചുമ്മാ പിള്ളേരെയും കൊണ്ട് അവരും ടയർഡായിട്ടുണ്ടാവും ഓൾറെഡി മഞ്ചൂരിൽ നിന്ന് വന്നിട്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ബസ്സിൽ കയറി പോയി. അപ്പോൾ എയർപോർട്ട് ടു ചന്തപുര എനിക്ക് കിട്ടിയിട്ടാ ബസ്. 410 റുപ്പീസായിരുന്നു ടിക്കറ്റ്. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഫൈൻ. പിന്നെ നല്ല AC ബസ്സും അല്ല. ഞാൻ ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ടും കേട്ട് സുഖമായി കിടന്നുറങ്ങി. എത്ര പെട്ടെന്നാണെന്നറിയോ ചന്തപുര എത്തിയത്. പക്ഷേ ചന്തപുര ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് തന്നെ അവരെ ഇറക്കി വിട്ടിട്ട് പോയി. ഒരു ചായക്കട പോലും അടുത്തുണ്ടായിരുന്നില്ല. പിന്നെ സുഖി ഒരു 20 മിനിറ്റ്സ് പോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, മിണ്ടാണ്ട് ക്യാബ് എടുക്കാം, പക്ഷെ അവൻ വിളിക്കാൻ വരാൻ പറഞ്ഞുകൊണ്ട് ഞാനും അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങോട്ട് പോകുമ്പോൾ വെറും ഒരു ട്രോളിയും ഒരു ലാപ്ടോപ്പ് ബാഗും ഉണ്ടായുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ എക്സ്ട്രാ ഒരു ബാഗുമായിട്ടാണ് ഞാൻ വന്നത്. അവളുടെ അമ്മ തന്ന കുറേ ഗിഫ്റ്റും ഒക്കെ ആയിട്ട്, കുറേ ഡ്രസ്സും സാരി ചുരിദാറൊക്കെ. പിന്നെ തിരിച്ച് വന്ന് ഇവർ ആ ഒരു 1 വീക്കിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞ് ഇവരെ കാണുമ്പോഴുള്ള ഒരു സന്തോഷമില്ലേ എൻ്റെ പൊന്നു, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. നമുക്ക് എത്ര ടയേർഡ്നെസ് ഉണ്ടെങ്കിലും എത്ര വിഷമം ഉണ്ടെങ്കിലും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ നമ്മളെ വെൽക്കം ചെയ്യണതില്ലേ, അതൊരു പ്രത്യേക ഹാപ്പിനെസ്സാണ്. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ച് അങ്ങനെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അസ്. ഇനി വേറെ വ്ളോഗായിട്ട് ഉടനെ വരാം. ബൈ. മമ്മി എന്നാ